അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ വിസ്ഡം സഹോദരങ്ങൾ വളരെ മോശമായി നമ്മുടെ KGUവിൻ്റെ സെക്രട്ടറിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടും യൂട്യൂബിലും അത് MT വിഷനാണ് അത് കൂടുതലായി പ്രചരിപ്പിക്കുന്ന നിഷ്പക്ഷമായ അണികൾ, നിഷ്കളങ്കരായ അണികൾ ഒരുപാട് അത് പ്രചരിപ്പിക്കുന്നുണ്ട്. ഹനീഫ് കായക്കുടി വലിയ കളവ് പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിച്ചാൽ ഷിർക്കല്ലാത്ത ഉണ്ടെന്ന് വിശ്വസിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിൽ എഴുതിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം, എന്നിട്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് പറയാം. മുമ്പും പറഞ്ഞിട്ടുണ്ട് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നതിലില്ല, എന്നാൽ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ഷിർക്കല്ല എന്നതിലുണ്ട്. അതെവിടെ? ആ വാചകെവിടെ എന്നാ ചോദിക്കുന്നത്. അത് രണ്ടും അതിലില്ല കായക്കൊടി, പച്ചക്കളവാണ് നിങ്ങൾ പറയുന്നത്. അത് രണ്ടും അതിലുണ്ട് എന്ന് തന്നെ പറയാം എൻ്റെ പൊന്നു സഹോദരൻ MT വിഷനെ. ഒന്നതിലില്ല, ഒന്ന് അതിലുണ്ട്, ഒന്ന് അതിലുണ്ട് എന്ന് അത് ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നവരുടെ വിധി പറയാം നിങ്ങളെപ്പറ്റി. ഒന്ന് പ്രാർത്ഥിച്ചാൽ ഷിർക്കല്ലെന്നും അതിലുണ്ട്, ഇല്ലെന്ന് പറയും. ഇല്ലെങ്കിൽ ഹനീഫ് കായക്കൊടിയും KNM-ഉം KGUവും ഒക്കെ കാപ്പട്യം നിറഞ്ഞവരല്ലേ? അവർ കാപ്പട്ടിയല്ലേ നിങ്ങൾക്ക് ഷിർക്കില്ലാത്ത ഒരാളുടെ പേരിൽ ഷിർക്ക് ആരോപിക്കുക അല്ലേ? ജിന്ന് പിശാചുക്കളോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നവർക്കെതിരെ ഓതുന്ന ആയത്ത് വിസ്ഡത്തിനെതിരെ ഓതുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു വാദില്ലെന്ന് പറയേ. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? KGUവിൻ്റെ സെക്രട്ടറി വെറുതെ പറഞ്ഞാണെന്ന് പറഞ്ഞോ? വിചാരിച്ചോ നിങ്ങൾ? പ്രാർത്ഥിച്ചാൽ ഷിർക്കല്ലെന്ന് തന്നെയാണ് നിങ്ങളതിൽ എഴുതിയിട്ടുള്ളത്. പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ചു. അതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥിച്ചാൽ ഷിർക്കല്ല എന്ന് അതിലുണ്ടെങ്കിൽ, അത് അങ്ങനെ ഒരു വാദമില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എങ്ങനെയാണ് നമ്മൾ ഷിർക്കിൻ്റെ ആയത്തോതുക? പറയും. നിങ്ങൾക്കെതിരെ ഷിർക്കില്ലാത്ത ഒരാളുടെ പേരിൽ ഷിർക്കിൻ്റെ ആയത്തോതിയ ഷിർക്ക് ഓതുന്നവരിലേക്ക് മടങ്ങും. അപ്പോൾ അപ്പോഴല്ലേ കാപ്പട്ടി ഹനീഫ് കായക്കുടി ചെയ്തത്? ഇപ്പോൾ കാപ്പട്ടിയെല്ലാം ചെയ്തത് 100% ഹനീഫ് കായക്കുടി ശരിയാ ചെയ്തത്. ഞങ്ങളെല്ലാവരും KNM-ഉം KGUവും ഞങ്ങൾ പ്രവർത്തകരെല്ലാം 100% അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ സമസ്തക്കാർ പറയുന്നത് എന്താ? നമ്മൾ സമസ്തക്കാർക്കെതിരെ ആയത്തോതുന്നത് എന്തിനാ? മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടാ അതിനെ ആയത്തോതുന്നത്. അവർ സമ്മതിക്കാറുണ്ടോ എവിടെയെങ്കിലും? അവർ ഇസ്തിഗാസ, ഷിർക്കാകുന്ന പ്രാർത്ഥനയാകുന്ന സഹായത്തേട്ടം, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന സഹായത്തേട്ടം, ഞങ്ങൾ സഹായം തേട്ടുന്നുള്ള രീതിയിലുള്ള ഷിർക്ക്, ആ പ്രാർത്ഥന, ആ ഇസ്തിഗാസ ഞങ്ങൾ നടത്തുന്നുണ്ട്. അവരെവിടെയെങ്കിലും പറയാറുണ്ടോ? ഉണ്ടോ? സമസ്ത എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഷിർക്കാകുന്ന സഹായത്തേട്ടം ഞങ്ങൾ അല്ലാത്ത മരിച്ചവരോട് തേടുന്നത് പറയാറുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നമ്മൾ അവർക്കെതിരെ ഷിർക്കിൻ്റെ ആയത്തോതുന്നത്? അവരത് പറയുന്നില്ലെന്ന് വിചാരിച്ച് അവർ മരിച്ചവരെ വിളിച്ച് തേടിയാൽ അത് ഷിർക്കല്ലെന്ന് വിശ്വസിക്കുന്ന ആ ഇസ്തിഗാസ ഉണ്ടല്ലോ, അത് മരിച്ചവരോടുള്ള പ്രാർത്ഥനയാണ്, അത് ഷിർക്കാണ്. അതുകൊണ്ടാണ് ഷിർക്കിനുള്ള ആയത്ത് അവർക്ക് ഓതുന്നത്. അതുപോലെ നിങ്ങളുടെ വാദമുണ്ടല്ലോ, ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നുണ്ടാകാമെന്ന് കരുതി ഒരു വിഷമത്തിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിൽ അകപ്പെടുന്ന മനുഷ്യൻ, അത് എവിടെയാകട്ടെ, വിജയപ്രദേശത്ത് മരുഭൂമിയിൽ എവിടെയാകട്ടെ, അവിടെ തൻ്റെ ജിന്നിനോട് അതിൻ്റെ കഴിയിൽപ്പെട്ട സഹായം തേടിയാൽ അത് ഷിർക്കൽ എന്നുള്ള വിശ്വാസമുണ്ടല്ലോ. പച്ച ഷിർക്ക. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവർ തന്നെ എങ്ങനെയാണോ നമ്മൾ സംസ്ഥക്കാർക്കെതിരെ ഓതുന്നത്, അതേ ആയത്ത് നിങ്ങൾക്കെതിരെയും ഓതും. ഹനീഫ് കായക്കുടി ചെയ്ത് 100% ശരി. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഹനീഫ് കായക്കുടി കാപ്പട്യനാ. ഷിർക്കില്ലാത്ത ഒരാളുടെ പേരിൽ ഷിർക്ക് ആരോപിക്കുക. KNM-ഉം KGUവും ഹനീഫ് കായക്കുടി മുജാഹിദുകളും ചെയ്തത് പിന്നെ കാപ്പട്യമായി മാറും. അല്ല, നിങ്ങൾ ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവർ തന്നെ എന്ന് നിങ്ങളെപ്പറ്റി വിധി പറയാം. ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ഷിർക്കല്ലാത്ത സഹായത്തേട്ടമുണ്ടെന്ന് നിങ്ങൾ എഴുതി, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേരിൽ അത് പറഞ്ഞത്. അതുതന്നെയാണ് നമ്മൾ സംസ്ഥക്കാർക്കെതിരെ പറഞ്ഞത്. അല്ലെങ്കിൽ അവർക്കെതിരെ തന്നെ പറയാനുള്ളത്. നിങ്ങൾക്ക് വാദിക്കാം അത് ഷിർക്കാണെന്ന്, ഞങ്ങൾക്ക് ഷിർക്കല്ലാത്ത പ്രാർത്ഥന ആകാത്ത സഹായത്തേട്ടം. അതെല്ലാവരും അങ്ങനെ തന്നെ. മക്കത്തെ മുശ്രിക്കുകൾ അങ്ങനെ തന്നെ പറഞ്ഞത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഞങ്ങളാണ് യഥാർത്ഥ ഇബ്രാഹിമി മില്ലത്ത്, ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ, അള്ളാഹിൻ്റെ ആളുകൾ എന്നാണ് അവർ പറഞ്ഞത്. അത് എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെ. ഒരാളും ഷിർക്ക് ചെയ്യുന്ന ഒരാൾ, ഞാനിത് അള്ളാഹുവിനോട് തേടുന്ന തേട്ടം, ഷിർക്കാകുന്ന പ്രാർത്ഥനയാകുന്ന തേട്ടം, ഞാനിതാ ജിന്നിനോട് തേടുന്നു, ഞാനിതാ മരിച്ചവരോട് തേടുന്നു എന്ന് പറഞ്ഞ് ഒരാളും തേടൂല. എൻ്റെ പൊന്നു വിസ്ഡം സഹോദരങ്ങളെ, മിണ്ടാതിരിക്കുന്ന എൻ്റെ പൊന്നു സഹോദരങ്ങളായ വലിയ പണ്ഡിതന്മാരായ ഹുസൈൻ സൽഫി, കുഞ്ഞു മുഹമ്മദ് മദനി, പറപ്പൂരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ ഇവർക്ക്? ഒരാളും അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയാകുന്ന ഷിർക്കാകുന്ന അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന തേട്ടം, ഇതാ ഞങ്ങൾ അതാണെന്ന് വിചാരിച്ച് ഒരാളും ഷിർക്ക് ചെയ്യൂല, ഒരു മുസ്ലിം എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ അവർക്ക്? എന്താ നിങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കാതിരിക്കുന്നത്? അത് പോകട്ടെ, അത് പിന്നെ പറയാം. അപ്പോൾ ഇവിടെ മനസ്സിലായോ ഇനി എന്താ സംഭവം? അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളെന്താ പറഞ്ഞത്? ജിന്നുകളോട്, ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നിനോട് അതിൻ്റെ കഴിയിൽപ്പെട്ട ഒരു സഹായം തേടിയാൽ അത് ഷിർക്കല്ല, അതിൽ പ്രാർത്ഥനയില്ല, അത് അബോധികമല്ല, അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല, അതുകൊണ്ട് അത് ഷിർക്കല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷിർക്കാണ്, പച്ച ഷിർക്കാണ്. നിങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് തന്നെ നിങ്ങളെപ്പറ്റി വിധി പറയാം. പക്ഷേ ഇവിടെ നിങ്ങളും സമസ്തക്കാരും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ? സമസ്തക്കാർ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഇസ്തിഗാസ, നമ്മൾ പ്രാർത്ഥനയാണെന്ന് പറയുന്ന, അവർ ഇസ്തിഗാസ എന്ന് പറയുന്ന, അത് നടത്തുന്നവരാ. പക്ഷെ നിങ്ങൾ നടത്തുന്നില്ല, അത് ശരിയാ. ഇതുവരെ നടത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അള്ളാഹു വലം നടത്തിക്കൂടെ? ഇല്ല, ഒറ്റയടിക്ക് വരൂലല്ലോ. നൂഹ് നബിയുടെ ജനത അങ്ങനെയല്ലല്ലോ വന്നത്. നൂഹ് നബി വരുമ്പോൾ എന്തോ ആകട്ടെ. അപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞിട്ട് തേടുന്നില്ല എന്ന്. ഓക്കെ, തേടിയില്ലെങ്കിൽ രക്ഷപ്പെടുമോ? ഒരാൾ ഗുരുവായൂരപ്പനെ വിളിച്ച് തേടിയിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കലും തേടിയിട്ടില്ല, തേടുമില്ല. ഒരാൾ മൊയ്തീൻ ഷേഖിനെ മമ്പർത്തെ പാപ്പാനെ വിളിച്ച് ജീവിതത്തിൽ ഒരിക്കലും തേടിയിട്ടില്ല, തേടുമില്ല. പക്ഷേ എന്നാലും തേടുന്നവൻ്റെ വിധി അവനെ പറ്റി പറയാമല്ലോ.
എങ്ങനെ പറയാം? ഗുരുവായൂരപ്പനോടും ശബരിമലയ്യപ്പനോടും തേടിയാൽ ശിർക്കല്ല എന്ന് വിശ്വാസമുണ്ടെങ്കിൽ തേടിയില്ലെങ്കിലും ഖിയാമത്ത് നാൾ വരെ തേടിയില്ല എന്ന് പറഞ്ഞാലും തേടൂല എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ റബ്ബിനോട് തേടുള്ളൂ എന്ന് പറഞ്ഞാലും തീരൂല, അവൻ മുശ്രിക്ക, ജിന്നിനോട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നവനാ. എന്താ കാരണം? അവരോട് തേടിയാൽ, പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള തേട്ടം തേടിയാൽ അത് ശിർക്കൽ എന്നുള്ള വിശ്വാസം ശിർക്ക് പറയും. അപ്പോൾ ശിർക്കായ ഒരു കാര്യം, ശിർക്കൽ എന്നുള്ള വിശ്വാസം ശിർക്കാണ്. മനസ്സിലായി? അപ്പോൾ ഇസ്ലാമിൽ എഴുതിയത് ശിർക്കാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിപ്പോൾ സമസ്തക്കാർ അതല്ലേ പറഞ്ഞത്, അവരുടെ അവർ ശിർക്കല്ലാത്ത ഇസ്തിഹാസമാണെന്ന് നിങ്ങളും അങ്ങനെ തന്നെ പറഞ്ഞത്. ജിന്നിനോട് ഇസ്തിഹാസ നടത്തിയാൽ ശിർക്കാകാത്തതുണ്ട് എന്നാണ് പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശിർക്ക. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ജിന്നിനോട് തേടിയാൽ ശിർക്കല്ലാത്ത പ്രാർത്ഥിച്ച ശിർക്കല്ലാത്തവരാണെന്ന് പറഞ്ഞത്. അത് ഹനീഫ് കായക്കൊടി വെറുതെ പറഞ്ഞതല്ല. മനസ്സിലായോ? ഇനിയിപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന എന്താണ് ഒരു വിഷയം? ഇതൊക്കെ നിങ്ങൾ മുമ്പ് ന്യായീകരിച്ചിട്ടില്ലേ എന്നാണ്. അതാണ് ഇപ്പോൾ വലിയ കാര്യം. ഇതൊക്കെ നിങ്ങൾ മുമ്പ് ന്യായീകരിച്ചിട്ടില്ലേ? ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് അതിനെതിരെ പറയുന്നത്? അതും കൂടി ഒന്ന് പറഞ്ഞുതരാം, എന്നാൽ തീരുമല്ലോ പ്രശ്നം. നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രതിപാദിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ ഞാൻ പറഞ്ഞു? ഇസ്ലാഹിൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനം, ആ ലേഖനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല. അത് ഇന്നല്ല എന്നും പറയും. ഇതാണ് വിഷയം. എന്താണ് ഇപ്പം ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലേ? മുമ്പ് പറഞ്ഞു. അവിടെ അമ്പലക്കടവിനേറ്റുള്ള വെല്ലുവിളി മാതാപുരം പള്ളിപ്പൊടി അത് പറഞ്ഞു. 100% ശരിയാണ്. 100% ശരിയാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് വാദിച്ചത്. അതെന്താ കാരണം? അതിനുള്ള കാരണം എന്താ? ഇതൊക്കെ മുമ്പ് നമ്മൾ മണ്ണാർക്കാട് സംവാദത്തിൽ ഇത് പറഞ്ഞല്ലേ? ഉമർ മൗലവി എഴുതിയല്ലേ? കെ മൗലവി എഴുതിയല്ലേ? ചെറിയ മുണ്ട എഴുതിയതല്ലേ? ഇതൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ? ഇത് ഹുസൈൻ സലഫി ഷാരെ മുഖാമുഖത്ത് പറഞ്ഞല്ലേ? പിന്നെ എങ്ങനെയാണ് അത് ശിർക്കാകുന്നത്? നമ്മളെല്ലാവരും അങ്ങനെ തന്നെ കരുതിയത്. ഇപ്പം നമ്മളിത് ഇന്നും മണ്ണാർക്കാട് സംവാദം നടക്കുകയാണെങ്കിൽ അതേ വ്യവസ്ഥയിൽ നടക്കുകയാണെങ്കിൽ ഇന്നും മറുപടി പറയാൻ അതന്നെയുള്ളൂ. സക്കറിയ സലഫി പറഞ്ഞ അതേ മറുപടി തന്നെ ഇന്നും പറയാം. എന്താ സംശയം? നമ്മളൊക്കെ ഇതെന്താ വിചാരിച്ചത്? ഇത് മരിച്ചവരോട് തേടുന്നവർ കൊണ്ടുവരുമ്പോൾ യാ ഇബാദുള്ളയെ പറ്റി മറുപടി പറയുന്നതാണ്. യാ ഇബാദുള്ളയിൽ എന്താ നമ്മുടെ മറുപടി ഒന്നാണ്, ഹദീസ് ദഈഫാണ്, അത് തെളിവിന് കൊള്ളൂല എന്ന് പറഞ്ഞാൽ നമ്മുടെ മറുപടി കഴിഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇതെന്തിനാ നിങ്ങൾ കൊണ്ടുവന്നത്? ഇത് കൊണ്ടുവന്നതിൽ ഒന്നുമില്ലല്ലോ, ഇത് നിങ്ങളുടെ വാദത്തിന് ഇതിനൊന്നുമില്ലല്ലോ, ഇത് മരിച്ചവരെ വിളിച്ച് തേടുന്നത്. ഇതിൽ പറഞ്ഞത് തന്നെ എന്താണ്? ഇതിൽ മുസ്ലിം ജിന്നും മലക്കാണെന്നാണ് ഇത് എഴുതിയെന്നാണ്. ഇതതിൻ്റെ അർത്ഥം നമ്മൾ വിശ്വസിച്ചു എന്നല്ല. അവർക്കുള്ള മറുപടി നമ്മൾ കൊടുത്തു, ദഈഫാണ്, തെളിവിന് കൊള്ളൂല, അത് കഴിഞ്ഞു. ഇനി അവർ കൊണ്ടുവന്നതിന് ഇതിന് തെളിവല്ല എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മളെ വിശ്വാസം എന്ന് പറയല്ല. നമ്മളിപ്പോൾ അവിടെ ഒരു സംവാദം അവിടെ തന്നെ വെച്ച് മണ്ണാർക്കാട് ഇന്ന് നടക്കുകയാണ്. എന്നിട്ട് അവിടെ യാ ഇബാദുള്ള കൊണ്ട് നമ്മൾ പറയുമോ ശിർക്കല്ലാന്ന്? അല്ല, ശിർക്കാണെന്ന് തന്നെ പറയുള്ളൂ. പക്ഷെ അവർ മരിച്ചവരെ വിളിച്ച് തേടുന്നതിന് ഇത് കൊണ്ടുവന്നപ്പോൾ നമ്മൾ പറഞ്ഞു അത് നമ്മുടെ വ്യവസ്ഥക്കപ്പുറമാണ്, ഹദീസ് ദഈഫാണ്, തെളിവിന് കൊള്ളൂല, ഇനി ഇതിൽ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം നമ്മൾ വിശ്വസിച്ചെന്നല്ല. ഇതാണ് ഇസ്ലാമിൽ എഴുതിയതെന്നാണ് നമ്മൾ വിചാരിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ വാദിച്ചത്. എവിടെ മർക്കസുകാർക്കെതിരെ വാദിച്ചു, ഇവർക്കെതിരെ വാദിച്ചു, മർക്കസുകാർക്കൊക്കെ നമ്മൾ ചോദിച്ചു എവിടെ ജിന്നിനോട് പ്രാർത്ഥിക്കാന്ന്? അതിലില്ല. അത് യാ ഇബാദുള്ള വിശദീകരണത്തിൽ അങ്ങനെ ഒരു അവസ്ഥ, ആ ഒരു കാര്യം എല്ലാവരും പറഞ്ഞ് നമ്മൾ പറയുന്നു. അത് നമ്മുടെ വിശ്വാസമല്ല. അതങ്ങനെ അമ്പലക്കടവിന് മറുപടി കൊടുത്താന്നാണ് വിചാരിച്ചത്. പക്ഷേ ആകെ 2007 ഇത് എഴുതി 2012 വന്നപ്പോൾ പ്രശ്നം ജബ്ബാർ മൗലവി തകിടം മറിച്ചു കളഞ്ഞു നമ്മളെ. നമ്മൾ ഈ കണ്ട കാലം ന്യായീകരിച്ചത് മുഴുവനും വെള്ളത്തിലായി. അദ്ദേഹം പറയുന്നത് കേട്ടോളൂ, എന്താണ് വെള്ളത്തിലാവാനുള്ള കാരണം? അപ്പോൾ പിന്നെ ഇബാദല്ലാ അഈനുനി എന്ന ഹദീസ്, ആ ഹദീസിനെ കുറിച്ച് അങ്ങനെ ഇബാദല്ലാ അഈനുനി എന്നൊരു ഹദീസ് അനുസരിച്ച് നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നു എന്ന് ചില ആരോപണങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട്. ഗുണകാംക്ഷികൾ ചോദിക്കുന്നുണ്ട്, അത് ദുർബല ഹദീസല്ലേ, ആ ഹദീസിന് നിങ്ങൾ എന്തിനാ അത്ര കൂടുന്നത്? ഞാൻ അങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടേ ഇല്ല. ഇസ്ലാഹിൽ ഞാൻ എഴുതിയ ആ വിഷയമല്ലോ, ആ ലേഖനം, ഈ ചർച്ചയാക്കിയ വിഷയം ലേഖനം, ആ ലേഖനത്തിൽ ഇങ്ങനെ ഒരു ഹദീസിനെ കുറിച്ച് മുന്തിയിട്ടില്ല. പിന്നെ ആ ഹദീസ് വൈഫാണ്, ആ ഹദീസ് ദുർബലാണ് എന്നും പറഞ്ഞുകൊണ്ട് കേൾക്കുന്നവരിങ്ങനെ കൊട്ടി കൂടിച്ച് നടക്കുക എന്നല്ലാതെ ഹദീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല. എങ്കിലല്ലേ അത് പറയേണ്ടതുള്ളൂ. പോരെ മക്കളെ, വിശ്വ സഹോദരങ്ങളെ, പോരെ. എന്തിനാ ഇനി പറയും? ഇത് 4-5 കൊല്ലം നമ്മളിതിനെ ന്യായീകരിച്ച് നടന്നു. മർക്കസ് സേവക്കാരോട് പറഞ്ഞു എവിടെ പ്രാർത്ഥിക്കാന്ന്, നമ്മുടെ പോയി നന്ദിപ്പള്ളി പൂട്ടി താക്കോലൂടെ എവിടെ നമ്മൾ വെല്ലുവിളിച്ചു. കാരണം എന്താ? ഇതെല്ലാവരും പറഞ്ഞ യാ ഇബാദുള്ള മരിച്ചവരോട് തേടുന്നത് തെളിവില്ല, യാ ഇബാദുള്ളയുടെ വിശദീകരണമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ വിശ്വാസം പറഞ്ഞല്ലോ. പക്ഷേ ജബ്ബാർ മൗലവി 12 പറയാ, 7 എഴുതി 12 പറയാ. ഇത് യാ ഇബാദുള്ളയും കുന്തും കുടച്ചക്കറൊന്നുമല്ല, അള്ളാൻ്റെ ഒരു പരീക്ഷണം. പോകട്ടെ, അദ്ദേഹം പറഞ്ഞെന്താണ് ഇതൊന്നല്ല, ഇതൊരു തേട്ടം. എപ്പോഴാണ് പ്രാർത്ഥനയാകുന്നത്, പ്രാർത്ഥന ആകാത്തതെന്നാണ് ഞാൻ പറയുന്നത്.
അതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അദ്ദേഹത്തിൻ്റെ വാദം അതാണ്. ഒരാളും അറിഞ്ഞിട്ടല്ല. ജബ്ബാർ മൗലവി മനസ്സിലാക്കിയോ ഇത് അള്ളാഹിനോട് തേടുന്ന തേട്ടാണ്, ഷിർക്കാണെന്ന്. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഷിർക്കാണ്. വിഷമത്തിൽ അകപ്പെടുന്ന ഒരു മനുഷ്യൻ, വിജനപ്രദേശത്ത് അകപ്പെട്ട ഒരു മനുഷ്യൻ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നിനോട് ഒരു കഴിവിൽപ്പെട്ട സഹായം തേടിയാൽ അത് ഷിർക്കാണെന്ന് മനസ്സിലാക്കിയിട്ടാണോ അദ്ദേഹം നിന്നത്? അല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഷിർക്കല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല, അഭൗതികമല്ല, അത് സൃഷ്ടി കഴിവിൻ്റെ അപ്പുറം തേടലുമല്ല, അതുകൊണ്ട് അത് ഷിർക്കുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ പറഞ്ഞു അത് ഷിർക്കാണ്, അത് പ്രാർത്ഥനയാണ്. അപ്പോൾ അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മാറ്റി പറഞ്ഞത്. കാരണം ജബ്ബാർ മൗലവിയാണ് നമ്മളെ പറ്റിച്ച് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം. അതാണ് സംഭവിച്ചത്. അപ്പോൾ പിന്നെ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവർ തന്നെയെന്ന് നിങ്ങളെ പറ്റി വിധി പറയാം. കാരണം എന്താ? പ്രാർത്ഥനയാകുന്ന ഒരു തേട്ടം പ്രാർത്ഥന എല്ലാം എന്ന് വിശ്വസിച്ചാൽ പ്രാർത്ഥിക്കുന്നവൻ്റെ വിധിയാ. ഷിർക്കായ ഒരു കാര്യം ഷിർക്കല്ല വിശ്വാസം, ഷിർക്കിൻ്റെ വിധി പറയും. അപ്പോൾ ഇവിടെ ഇസ്ലാമിൽ എൻ്റെ സമസ്തയും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? സമസ്ത മരിച്ചവരെ വിളിച്ച് തേടുന്നു, പ്രാർത്ഥിക്കുന്നു നമ്മളെ വാദപ്രകാരം, അല്ലേ? അത് ചെയ്യുന്നു. നിങ്ങൾ അത് ചെയ്യുന്നില്ല. പക്ഷെ അത് ചെയ്യാതെ ഇരുന്നൊരു കാര്യമില്ലല്ലോ. അങ്ങനെ അവനോട് അതിൻ്റെ ജബ്ബാർ മൗലവി എഴുതിയതുപോലെ തേടുകയാണെങ്കിൽ അത് ഷിർക്കല്ലെന്ന് വിശ്വസിക്കുന്നില്ലേ? അതേ, ഷിർക്കായ ഒരു കാര്യം ഷിർക്കൽ എന്നുള്ള വിശ്വാസവും ഷിർക്കാണ്, ഷിർക്കിൻ്റെ ഹുക്കുമാണ്. പ്രാർത്ഥിച്ചവൻ്റെ വിധിയാ. ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് വിളിക്കാതിരുന്നൊരു കാര്യമില്ല. വിളിച്ചാൽ ഷിർക്കല്ലെന്ന് വിശ്വസിച്ചാൽ വിളിക്കുന്നവൻ്റെ വിധിയാ. വിളിക്കണം എന്നില്ല. ഖിയാമത്ത് നാൾ വരെ വിളിച്ചിട്ടില്ലെങ്കിലും കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ മൊയ്തീൻ ഷേഖിനെയും മെമ്പർത്ത പാപ്പാനെയും വിളിച്ചു തേടുന്നൊന്നുമില്ല. ഖിയാമത്ത് നാൾ വരെയും വിളിക്കുന്നില്ല. പക്ഷെ വിളിച്ചാൽ ഷിർക്കല്ലെന്ന വിശ്വാസം വിധി ഷിർക്കാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ഷിർക്കല്ലെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. ആ എഴുതിയ വാദമുണ്ടല്ലോ ജബ്ബാർ മൗലവി എഴുതിയത്, അതാണ് പറയുന്നത്. ഒരു വിഷമത്തിൽ അകപ്പെടുന്ന മനുഷ്യൻ, വിജനപ്രദേശത്ത് മരുഭൂമിയിൽ അകപ്പെടുന്ന മനുഷ്യൻ ശബ്ദം കേൾക്കുന്ന പരിധി ജിന്നുണ്ടാകാമെന്ന് കരുതി ആ ജിന്നിൻ്റെ കഴിവിൽപ്പെട്ട ഒരു സഹായം വെളിച്ചം തരണമേ, വഴി കാണിച്ചു തരണമേ എന്ന് തേടിയാൽ, എന്നവനോട് സഹായം തേടിയാൽ അത് പ്രാർത്ഥനയില്ല എന്ന് പറഞ്ഞില്ലേ? അത് പ്രാർത്ഥനയാണ്. ജിന്ന് പിശാചുക്കളോട് തേടിയാൽ അത് ഷിർക്കാണ്. മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധ്യമായ ജിന്നുകളോട് തേടുന്നത് ഷിർക്കാണ്. കാരണം എന്താ? തേടുമ്പോൾ മനസ്സിൻ്റെ വിശ്വാസം ഉണ്ടാകും. എന്താ വിശ്വാസം? ഈ ജിന്ന് പിശാച്, ഈ ജിന്ന് എൻ്റെ വിളി കേട്ട് ഉത്തരം നൽകി എന്നെ സഹായിക്കാൻ കഴിയുമെന്ന വിശ്വാസമില്ലാതെ തേടൂലല്ലോ. അല്ലെങ്കിൽ തേടുന്ന ഭ്രാന്തനല്ലേ? അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം, ആ വിളി കേട്ട് ഉത്തരം നൽകാൻ കഴിയുമെന്ന വിശ്വാസമാണ് ഷിർക്ക്. ജിന്നുകൾക്ക് വിളി കേട്ടാൽ ഉത്തരം നൽകൂല. വലൂസമയുമസ്തജാബുലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. അതാണ് അല്ലാഹു പറഞ്ഞത്. വിളി കേട്ട് ഉത്തരം നൽകൂല മാത്രമല്ല, അത് ഷിർക്കാണ്. അതുകൊണ്ട് ജിന്ന് പിശാചിനോട് തേടിയാൽ ഷിർക്കാണ്. ഇനി തേടിയില്ലെങ്കിലും ശരി, ഷിർക്കായ ഒരു കാര്യം ഷിർക്കല്ലെന്ന വിശ്വാസവും ഷിർക്കാണ്. അപ്പം ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവർ തന്നെയെന്ന് നിങ്ങളെ പറ്റി വിധി പറയാം. മനസ്സിലായോ? ചോദിച്ചോളൂ ഏത് പണ്ഡിതന്മാരോടും. തേടേണ്ട, കർമ്മം ചെയ്യേണ്ട വിശ്വാസമാണ് വിധി പറയാന്ന് മനസ്സിലായോ? ഇപ്പം ഖിയാമത്ത് നാൾ ഞാൻ എൻ്റെ റബ്ബിനോടെ തേടുള്ളൂ, ഈ കള്ള മതി എന്ന് പറഞ്ഞ് ഓടിയിടുന്നുണ്ടല്ലോ ആളുകൾ. ഞാൻ ഒരിക്കലും ജിന്നിനെ വിളിച്ച് തേടൂല. എവിടെ ഈ കള്ള മതി? തീരൂല മക്കളെ. അതുകൊണ്ട് തീരൂല. ജിന്ന് പിശാചുക്കളോട് മനുഷ്യൻ സഹായം തേടിയാൽ ആ സഹായത്തേട്ടങ്ങളെല്ലാം ഷിർക്കാണ്, എല്ലാം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാകാത്ത, ഷിർക്കാകാത്ത ഒരു സഹായത്തേട്ടവും മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധ്യമായ ജിന്ന് പിശാചുക്കളോട് നമുക്കില്ലെന്ന് വിശ്വസിക്കണം. തേടൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വിശ്വാസം നിങ്ങൾക്ക് സമസ്തക്കാർക്ക് ഇല്ല. ആ വിശ്വാസം വിസ്തംകാർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് നിങ്ങളെ പറ്റി വിധി പറയാം. നിങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് ഷിർക്കല്ലെന്ന് ഇസ്ലാമിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് ആദ്യം പറഞ്ഞതും പിന്നെ മാറ്റി പറഞ്ഞുവെന്നും? അതെ, മാറ്റി പറയാനുള്ള കാരണം ജബ്ബാർ മൗലവി വ്യക്തമായി പറഞ്ഞു. നമ്മളൊക്കെ യായി ബാധുള്ള എന്ന് വിചാരിച്ചിട്ടാണ്. അതിലാണെങ്കിൽ ഒരു തർക്കമില്ലല്ലോ. അത് നമുക്ക് വിശ്വാസത്തിന് കൊള്ളുന്ന കാര്യമൊന്നുമല്ലല്ലോ. പക്ഷെ ഇതൊരു വിശ്വാസം, ഒരു അക്കീദയായിട്ടാണ് പറഞ്ഞത്. ഷിർക്കായ ഒരു കാര്യം ഷിർക്കല്ലെന്ന് പറയുന്നതും ഷിർക്കാണ്. ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ അനീഫ് കായക്കൊടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അനീഫ് കായക്കൊടി തിരിച്ചു പറയുകയാണെങ്കിലാണ് തെറ്റ് ചെയ്യുക, കാപ്പറ്റ്യം. ഷിർക്കില്ലാത്ത ആളുകളുടെ പേരിൽ ഷിർക്കിൻ്റെ ആയത്തോതി KNM KG മുജാഹിദുകൾ കണ്ട കാലം ഓതി എന്ന് പറഞ്ഞാൽ അതാണ് അബദ്ധം. അങ്ങനെയല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരാളും അറിഞ്ഞ് ഷിർക്ക് ചെയ്യൂല. വിശ്വം സഹോദരങ്ങളെ, ഒരു മനുഷ്യനും അറിഞ്ഞുകൊണ്ട് ഷിർക്ക് ചെയ്യില്ല. കാരണം ഷിർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ അമലും പൊളിഞ്ഞു പോകും. പക്ഷേ ഈ ഷിർക്കിൻ്റെ ആളുകൾ സമസ്തക്കാർ നോക്കി നിങ്ങൾ നമ്മളെ വിശ്വാസം അവർ ഷിർക്ക് എങ്ങോട്ടെന്താ അവർ നിസ്കരിക്കുന്നത്, ഹജ്ജ് നിസ്കരിക്കണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, സക്കാത്ത് കൊടുക്കണം, സർക്ക് കൊടുക്കണം. നമ്മളെക്കാൾ എത്രയോ ഭയഭക്തിയോടുകൂടി ആരാ നിങ്ങൾ ചെയ്യുന്നത് അല്ലേ? അതുപോലെ തന്നെയാണ് വിസ്തംകാരും. KNMനെക്കാളും ഭയഭക്തിയോടുകൂടി നടക്കുന്ന ആളുകളുണ്ട്. ഓരോരുത്തരുടെ താടിയും മേരിയേണ്ട മേലൊക്കെ നല്ല തന്നെ. പക്ഷെ അതൊക്കെ കണ്ട് കാണുമ്പോൾ എന്ത് ഭക്തി! അള്ളാഹു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. അവരുടെ വിശ്വാസം ഷിർക്കാന്ന് അവരറിയുന്നില്ല. അവരുടെ സമ്പത്തും ആരോഗ്യവും സമയവും ഈ പണ്ഡിതന്മാർ ഈ വിസ്ത ഉണ്ടാക്കിയത് തന്നെ അവരുടെ സമ്പത്തും ആരോഗ്യവും സമയവും ഹിക്കിമുകളും ഒക്കെ വളർത്തിയെടുത്ത് അവരുടെ സമ്പത്തും ആരോഗ്യവും വിജ്ഞാനം എന്തിനു വേണ്ടി അവർ ചിലവാക്കുന്നത്? ജിന്ന് പിശാചിനോട് തേടുന്നത് ഷിർക്കല്ലാത്ത ഒരീനുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മനുഷ്യരോട് തേടുന്നത് ഷിർക്കാന്ന് പറഞ്ഞാൽ പോലും വരൂല. ഒരു കുഴപ്പമില്ല. അറിയോ? ഓൽക്ക് അങ്ങ് ഓക്കെയാണ്. അതുപോലെ വിഗ്രഹങ്ങളോടും ശബരിമലയപ്പനോടും ഗുരുവായൂരപ്പനോടും ഒക്കെ തേടുന്ന ഷിർക്കാന്ന് അവർ വരൂല. ഒരു കുഴപ്പമില്ല, അവർക്ക് അംഗീകാരം. പക്ഷേ ജിന്ന് പിശാചുക്കളോടുള്ള എല്ലാ സഹായത്തോട്ടും ഷിർക്കാണെന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ. അപ്പം എഴുന്നേറ്റ് വരും എല്ലാവരും കൂടി എഴുന്നേറ്റ് വന്ന് തെറിയും കളവും നമ്മൾ അതിന് മറുപടിയും. ജിന്ന് പിശാചുക്കളുടെ അറിയാതെ അംബാസഡർമാരായി മാറുക. അവർ മിണ്ടാതിരുന്നൂടെ അവർക്ക്. ജിന്ന് പിശാചുക്കളോട് സഹായം തേടി അതെല്ലാം ഷിർക്കാന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞോട്ടെ, നമ്മൾ ആരാ അതിൻ്റെ പിന്നാലെ പോകണമെന്നല്ലേ? അല്ല, അതിനെതിരെ ഓതുക, ആയത്തോതുക. എന്നിട്ട് എത്ര ആളുകളാണ് അതുപോലെ തന്നെ മാലിക് സലഫി, ഫൈസൽ, അതുപോലെ തന്നെ മാലിക്, എത്ര പടച്ചോനെ ബാലുശ്ശേരി, എത്ര എണ്ണാണ് ജിന്ന് പിശാചുക്കൾ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങാണ്.
വല്ല കുളത്തേക്ക് മീനുള്ള കുളത്തേക്ക് എന്തെങ്കിലും അവർക്ക് തിന്നാട്ട് കൊടുത്താൽ ഒന്നാകണ്ട് പൊതിയാണ്. എന്തിനു വേണ്ടിയാ? പിശാചിന് വേണ്ടി. എന്നാൽ മരിച്ചവരോട് ഇരുന്ന് ചെറുക്കാന്ന് പറഞ്ഞാലോ ഒരിക്കലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവരെവിടെയെങ്കിലും വന്നിട്ട് അതിനെതിരെ പറയാറുണ്ടോ? ഇല്ല. വിഗ്രഹങ്ങളോട് തന്നെ ചെറുക്കാന്ന് പറഞ്ഞാൽ ഇല്ല, ഒരു കുഴപ്പമില്ല. ജിന്നു പിശാചുക്കളോട് നമ്മൾ സായം തേടിയ ചെറുക്കാന്ന് പറഞ്ഞു നോക്കി, എല്ലാവരും കൂടി ഇറങ്ങും, ഒറ്റ ഇറക്കം. അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകട്ടെ. അപ്പോൾ എന്താ നമ്മൾ പറയുക അവരോട്? ഹിദായത്ത് പടച്ചോ നൽകട്ടെ, നമ്മളെ ഹിദായത്തിൽ ഉറപ്പിച്ച് നിർത്തട്ടെ. പ്രാർത്ഥിച്ചോളി മക്കളെ, അല്ലാഹുമ്മ കല്ലിബൽ കുലൂബ് സബ്ബിത്ത് കൽബി അലാ ദീനിക്, ഉറപ്പിച്ചോളി. അതുപോലെ ഒന്നും കൂടി പറയാം, നമ്മുടെ പണ്ഡിതന്മാരോട് കൂടി പ്രത്യേകമായിട്ട് പറയുന്നത്. കാര്യം എന്താണെന്നറിയോ? നമ്മളെ പണ്ഡിതന്മാരോടല്ല, ഇഷ്ടം പണ്ഡിതന്മാരോട്. നിങ്ങൾക്കണ്ട് പറയാൻ തോന്നുന്നില്ല. ഫൈസൽ മൗലവി പറഞ്ഞ പോലെ നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, ആയത്ത് ഓതിയിട്ടില്ല. ഹുസൈൻ സൽഫി, മുഹമ്മദ് കുഞ്ഞുമദ് മദനി, പറപ്പൂര്, CP സലീം അടക്കം ഒരുപാട് ആളുകളുണ്ടായില്ല. അവരാരും ഫൈസൽ മൗലവി പറഞ്ഞത് മാലിക് സലഫി പറയുന്ന കാര്യമൊന്നും പറയുന്ന അവർ പറയുന്നില്ല, ആയത്ത് ഓതില്ല. പക്ഷെ അവരുടെ കൂടെ നിൽക്കുകയാണ്. മിണ്ടാൻ അവർക്ക് പറ്റുന്നില്ല. അള്ളാഹു അവർക്കൊക്കെ സത്യം പറയാനുള്ള ബുദ്ധിയും മനസ്സും അവർക്ക് അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരാളും KNMക്ക് വരേണ്ട സഹോദരങ്ങളെ, KNMൻ്റെ മെമ്പർഷിപ്പ് എടുക്കണ്ട, അവിടെ നിന്നോളി. പക്ഷേ ജിന്നു പിശാചുക്കൾ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധ്യമായ ജിന്നു പിശാചുക്കളോടുള്ള എല്ലാ സഹായത്തോട്ടും ഷിർക്കാണെന്നൊന്ന് സമ്മതിക്കും. അത് സംബന്ധിച്ച ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. എത്ര മനുഷ്യന്മാരാണ് ഷിർക്കായ ഒരു കാര്യം ഷിർക്കല്ലെന്ന് വിശ്വസിക്കുന്നത്. സംസ്ഥക്കാരും അങ്ങനെ തന്നെ. അവർ തേടുന്നുണ്ട്, നിങ്ങൾ തേടുന്നില്ല എന്നുള്ളൂ. തേടിയാലും തേടിയില്ലെങ്കിലും വിധി ഒന്ന് തന്നെയാണ്. ഒക്കെ മുശിരിക്കൻ വിശ്വാസമാണ്, പ്രാർത്ഥിക്കുന്നവരുടെ വിധിയാണ്. അതുകൊണ്ട് സത്യം മനസ്സിലാക്കിയ സഹോദരങ്ങളെ, ഒരാളോടും വാശിയില്ല. നിങ്ങൾ മുജാഹിദിക്ക് വരണ്ട, ഈ വിശ്വാസം കണ്ട് മാറ്റി വെച്ച് പ്രവർത്തിച്ചോളി. പക്ഷെ അവർക്ക് വേണ്ടി, വിശ്വത്തിന് വേണ്ടി ഒരിക്കലും ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അവരെ സഹായിക്കരുത്. കാരണം വിശ്വം ഉണ്ടാക്കിയത് തന്നെ ജിന്നു പിശാചുക്കളോട് തീർന്ന് ചെറുക്കല്ലാത്തൊരു ഇനണ്ടെന്ന് സ്ഥാപിക്കാനാണ്. അതിന് ജിന്നു പിശാചുക്കളോടുള്ള എല്ലാ സഹായത്തിലും ചെറുക്കാണെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന് ഉണ്ടാക്കിയ സംഘടനയാണ്. അതുകൊണ്ട് അവരതൊക്കെ കണ്ട് മാറ്റട്ടെ, ഇങ്ങോട്ട് വേറെ പ്രവർത്തിച്ചോളി നന്നായിട്ട്. രണ്ട് സംഘടന പ്രവർത്തിക്കുന്നത് നല്ലതല്ലേ? പക്ഷെ ചെറുക്ക വിശ്വാസം ഒഴിവാക്കി 3 സംവാദം നടത്തിയത് എന്തിനു വേണ്ടിയാണ്? ജിന്നിനോട് തീർന്ന് ചെറുക്കല്ല, ചെറുക്കാണെന്ന് പറയാനല്ല, എല്ലാം ചെറുക്കാണെന്ന് പറയാനല്ല, എല്ലാം ചെറുക്കല്ലെന്ന് സ്ഥാപിക്കാനാണ് 3 സംവാദം നടത്തിയത്. അള്ളാഹു കാക്കട്ടെ. അവൻ്റെ സത്യം മനസ്സിലാക്കി. അനീഫ് കായക്കൂടി ഒരു കളവും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞില്ലെങ്കിലാണ് കാപ്പറ്റ്യനായി മാറുക. അത് പറഞ്ഞത് സത്യമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. ജിന്നു പിശാചുക്കളോട് പ്രാർത്ഥനാകുന്ന സഹായത്തോട്ടം തേടിയാലെന്നല്ല, അങ്ങനെയല്ല. ജിന്നു പിശാചുക്കളോടുള്ള എല്ലാ സഹായത്തോട്ടവും ഷിർക്ക. നമ്മളെ സംബന്ധിച്ച് അദൃശ്യബോധ്യമായ ജിന്നുകളോടുള്ള എല്ലാ സഹായത്തോട്ടവും ഷിർക്ക. പ്രാർത്ഥനയാണെങ്കിൽ ഷിർക്കാണെങ്കിൽ അങ്ങനെയല്ല. ഷിർക്കല്ലാത്ത, പ്രാർത്ഥനയാകാത്ത ഒരു സഹായത്തോട്ടവും നമുക്ക് എന്തില്ല? ജിന്നു പിശാചുക്കളോടില്ല. അങ്ങനെ വിശ്വസിക്കണം കേട്ടോ. അതുകൊണ്ട് സത്യം മനസ്സിലാക്കുക. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.